അപ്പൊ കേന്ദ്ര സർക്കാരിന്റെ പ്രഖ്യാപനം വന്നിട്ട് 3-4 മാസമായിട്ടും സംസ്ഥാനത്ത് നടപ്പിലാക്കാനുള്ള നടപടികൾ ഇനിയും തുടങ്ങിയിട്ടില്ല. സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വയോജന ധർണ നടത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സീനിയർ സിറ്റിസൺ സർവീസ് കൗൺസിൽ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വയോജന ധർണ നടത്തി. ധർണ മുൻ MLA മാങ്കോട് രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. കഴിയുന്നതും വളരെ വേഗം തന്നെ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ നടപടിയെടുക്കണം എന്നുള്ളതാണ്. അപ്പൊ മുഖ്യമന്ത്രി നമുക്ക് മറുപടി തന്നിട്ടുണ്ട്. സംസ്ഥാന ആരോഗ്യ മിഷന്, ഹെൽത്ത് മിഷന് ഇത് സംബന്ധിച്ച് അറിയിപ്പുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പൊ വളരെ പെട്ടെന്ന് സീനിയർ സിറ്റിസൺസ് കൗൺസിൽ വയോജനങ്ങളുടെ അവകാശ സംഭാവനത്തിന് വേണ്ടി നിരന്തരം പോരാടുന്നൊരു സംഘടനയാണ്. നിരവധി വർഷക്കാലമായി വയോജനങ്ങൾ അനുഭവിക്കുന്ന പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഭരണാധികാരികളുടെ മുന്നിൽ ശരിയായി ഉയർത്തിക്കൊണ്ടുവരുന്നൊരു സംഘടന ഒരുപക്ഷെ സീനിയർ സിറ്റിസൺസ് കൗൺസിൽ. ഇപ്പോൾ വളരെ അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് ഇന്നത്തെ സമരത്തിന് ആസ്പദമായി. വയോജനങ്ങൾ പ്രായം കൊണ്ട് മാത്രമല്ല, അനുഭവ സമ്പത്ത് കൊണ്ടും പല കാര്യങ്ങളിലും പരിചയ സമ്പത്ത് കൊണ്ടും സമൂഹത്തിൽ മുന്നിൽ നിൽക്കുന്നവരാണ്. വയോജനങ്ങളുടെ അനുഭവവും പരിചയവും പ്രയോജനപ്പെടുത്താൻ യഥാർത്ഥത്തിൽ ഗവൺമെന്റുകൾ തയ്യാറാകും. വ്യത്യസ്തങ്ങളായിട്ടുള്ള മേഖലകളിൽ വയോജനങ്ങളുടെ സേവനം പ്രയോജനപ്പെടുത്തിയ വലിയ മാറ്റങ്ങൾ പല സ്ഥലത്തും ഉണ്ടാക്കാൻ കഴിയും. ഉദാഹരണത്തിന് നമ്മുടെ ജനകീയ ആസൂത്രണത്തിന്റെ തുടക്കകാലത്ത് അതിൽ ജനകീയ ആസൂത്രണം വിജയിച്ചു എന്നതിന് ഉദ്ദേശസ്ഥരം വിളിച്ചു പറയുമ്പോൾ യഥാർത്ഥത്തിൽ അതിന്റെ ചാലക ശക്തിയായി കേരളത്തിൽ അങ്ങോളം പ്രവർത്തിച്ചത് ഈ സീനിയർ സിറ്റിസൺ വയോജനങ്ങളായിട്ടുള്ള ഉദ്യോഗസ്ഥരാണ്. അതൊരു അനുഭവമാണ്, അനുഭവ പാഠമാണ്. പക്ഷെ അത് പിന്നീട് തുടർച്ചയായി പല കാര്യങ്ങളിലും വയോജനങ്ങളുടെ സേവനം, സീനിയർ സിറ്റിസന്റെ സേവനം പ്രയോജനപ്പെടുത്താൻ ആ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിലെങ്കിലും ഗവൺമെന്റ് തയ്യാറായാണ്. നിർഭാഗ്യവശാൽ ആ തരത്തിൽ ഒരു ചിന്ത, കാരണം ഇതിലാർക്കും പുതിയതായി ഇടം കൊടുക്കുന്നത് മിക്കവാറും എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമല്ല. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥ വൃന്ദത്തിൽ നിൽക്കുന്നവര് ഞങ്ങൾ മാത്രം മതി എന്ന് ചിന്താഗതിക്കാറുണ്ട്. എന്നാൽ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ നാനാതരത്തിലുള്ള വീക്ഷണവുമുള്ളവരല്ലേ ഭരണത്തിന് നേതൃത്വം കൊടുക്കണം. അപ്പൊ ആരുടെ എതിർപ്പുണ്ടാകാതെ ഈ സീനിയർ സിറ്റിസനെ ഒക്കെ അതിന്റെ ഗവൺമെന്റിന്റെ ചാലകശക്തിയായി നന്നായി പ്രയോജനം അതിന് മുന്നോട്ട് വരും.